Hi everyone, this is Ebin Say from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറേ എക്സൈറ്റിംഗ് ആയ ന്യൂസുകളും അവർക്ക് അപ്ഡേറ്റ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറേയധികം വാൾപേപ്പേഴ്സും ബാക്കി കാര്യങ്ങളും അറിയാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് കുറേയധികം പുതിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ evika.com ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. അവിടെയും കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26-ൻ്റെയോ iOS 27-ൻ്റെയോ അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ iOS 26.6.1 എന്ന് പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അതോടൊപ്പം പുതിയ ബീറ്റയും 27-ൻ്റെ പുതിയ ബീറ്റയും നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. എയർപോർട്സ് പ്രോവിൻ്റെ 3rd ജനറേഷൻ ഒരു പുതിയ ബീറ്റ വരുന്നുണ്ട്. ഈ ബീറ്റ വന്നപ്പോഴാണ് എനിക്ക് 2 കാര്യങ്ങൾ എൻ്റെ മൈൻഡിലേക്ക് വന്നത്. ഒന്ന്, നമുക്കറിയാവുന്ന 27-ലും അതോടൊപ്പം പുതിയ എയർപോർട്സ് നിങ്ങൾക്ക് കസ്റ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇക്വലൈസർ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അത് വരുന്ന മാറ്റമാണ്. പക്ഷെ രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞത് പുതിയ ബീറ്റയിൽ ആപ്പിൾ ഇയർപോഡ്സിന് അല്ലെങ്കിൽ നമ്മുടെ എയർപോഡ്സിന് ക്യാമറയുടെ ഒരു ഫീച്ചർ കൊണ്ടുവരുന്നുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഈ ഒരു ഫീച്ചർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ബ്ലൈൻഡായ ആൾക്കാരില്ലേ, അവർക്ക് നമ്മുടെ എന്താ പറയുക ഡിവൈസ് തൊട്ട് നോക്കിയിട്ടൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അസസീവ് കൺട്രോൾസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക എക്സ്ട്രാ ആയിട്ടുള്ള ഡിവൈസുകൾ വെച്ചിട്ടാണ് അവർ ബാക്കി ഒബ്ജക്റ്റുകളൊക്കെ മനസ്സിലാക്കുന്നത്. സോ ക്യാമറ ഈ പറഞ്ഞ ഇയർപോഡ്സ് അല്ലെങ്കിൽ എയർപോഡ്സ് വരുമ്പോൾ ക്യാമറ ഐഡൻറ്റിഫൈ ചെയ്യും പല കാര്യങ്ങളും. നമ്മുടെ ഈ ഡോർ ആയിക്കോട്ടെ, സൈഡിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു നായക്കുട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ വല്ലതും വരികയാണെങ്കിൽ ആ ഒബ്ജക്റ്റുകൾ എല്ലാം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ക്യാമറ എയർപോഡ്സ് ആയിട്ട് സിങ്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് എസ്പെഷ്യലി യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ആപ്പിൾ ഈ ഹെൽത്തിൽ കുറച്ച് എന്താ പറയുക ഇമ്മച്ചുവർഡായ ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കുറേയധികം ഫീച്ചേഴ്സ് കൊണ്ടുവരാറുണ്ട്, ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് ആയിട്ട്. അതിനൊക്കെ കൂടുതൽ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫങ്ഷണാലിറ്റി കൊണ്ടുവരുന്നത്. വിത്ത് പ്രൈവസി ഇൻഡിക്കേഷൻ ആയിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളെപ്പോലത്തെ അല്ലെങ്കിൽ അതായത് ഹെൽത്ത് ഇമ്പയർഡ് അല്ലാത്ത ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ പുറത്തൊക്കെ പോയി യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ക്യാമറ വേറെ ആൾക്കാരുടെ ഫോട്ടോ പ്രൈവസി അതോടൊപ്പം അനുവാദം ഇല്ലാതെ എടുക്കുന്നുണ്ടെന്നുള്ള വലിയ കൺസേൺ ഉണ്ടാവും. അതിന് പ്രൈവസി ഇൻഡിക്കേഷൻ ഉണ്ടാവും. ഈ ഇൻഡിക്കേഷനൊക്കെ നമുക്ക് മറക്കാനൊന്നും പറ്റില്ല. കാരണം മറച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിവൈസ് അപ്ഡേഷനിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് ഡിവൈസിൽ മനസ്സിലാക്കിയും ക്യാമറ ഫീച്ചേഴ്സ് കട്ട് ചെയ്യും എന്നൊരു റിപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. വിച്ച് മീൻസ് എ ഗുഡ് തിങ്. നമുക്ക് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സും അതോടൊപ്പം ഹാപ്പിനെസ്സും കിട്ടണം. ആ ഓരോ ഓപ്ഷൻസും ഇങ്ങനെ ഓരോ ഫങ്ഷണാലിറ്റീസും ടെക്നോളജീസും വെച്ച് കൊണ്ടുവരുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് പറയുമ്പോഴും എനിക്കൊരു സന്തോഷമുണ്ട്. അതോടൊപ്പം ആപ്പിളിൻ്റെ 2ാമത്തെ വലിയ ഇവൻ്റായിട്ട് സെപ്റ്റംബറിൽ വരാൻ പോകുന്ന ഇവൻ്റ് സെപ്റ്റംബർ 7-നായിരിക്കും വരാൻ പോകുന്നത്. ഒഫീഷ്യലി ആപ്പിൾ ഈ ഒരു ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് സെപ്റ്റംബർ 7 തന്നെ ആപ്പിളിൻ്റെ ഈ ഒരു വലിയ അപ്ഡേറ്റ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഇവൻ്റ് ഉണ്ടാവും. ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് 18 Pro, iPhone Fold, പുതിയ എയർപോഡ്സ്, ആപ്പിൾ വാച്ച് അൾട്ര എന്നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. iPhone 18 Proയിൽ കുറച്ച് മെയിൻ 3 ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, A20 Pro എന്ന് പറയുന്ന 2 നാനോമീറ്ററിൻ്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റ്. അത് 20% വരെയും ഫാസ്റ്റർ ആയിരിക്കും എന്നൊരു റിപ്പോർട്ടുണ്ട്. രണ്ടാമത്, നമുക്ക് ആപ്പിളിൻ്റെ തന്നെ ഇൻഹൗസ് മെയ്ഡ് ആയിട്ടുള്ള C2 മോഡം ചിപ്പും ഈ ഒരു ഡിവൈസിൽ കിട്ടും. മൂന്നാമത്തെ, വേരിയബിൾ അപ്പറേച്ചർ ക്യാമറ ലെൻസ് എന്ന് പറയുന്നത്. ഇത് പ്രോ മാക്സിൽ മാത്രം കൊടുക്കാതെ പ്രോ സീരീസിൽ എല്ലാത്തിലും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു വട്ടം പ്രോ ആണ് അല്ലെങ്കിൽ പ്രോ സീരീസ് മാത്രമാണ് ആദ്യം വരുന്നത്. സോ വിച്ച് മീൻസ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോ ഫീച്ചേഴ്സ് 2 ഡിവൈസിലും കൊണ്ടുവരണം എന്നുള്ള ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ iPhone 18 Proൻ്റെ ഡിമാൻഡ് കൂടുതലായതുകൊണ്ടും ഷോർട്ടേജ് ഈ പറയുന്ന സ്റ്റോറേജിനും റാമിനും ഉള്ളത് കൊണ്ടും പ്രൊഡക്ഷൻ്റെ ഈ പറയുന്ന അല്ലെങ്കിൽ ഡിവൈസിൻ്റെ പ്രൊഡക്ഷൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടാനുള്ള ചാൻസും ഭയങ്കര കുറവായിരിക്കും. നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിവൈസ് റിലീസ് ആകുമ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിവൈസ് കിട്ടാൻ നല്ല രീതിക്കുള്ള ഷോർട്ടേജ് ഉണ്ടാവും. ഡിവൈസിൻ്റെ പ്രൊഡക്ഷൻ തന്നെ നല്ല രീതിക്ക് പിടിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് കിട്ടിയ റിപ്പോർട്ട്. കാരണം നമുക്കറിയാവുന്ന പോലെ സ്റ്റോറേജും മെമ്മറിയും ഈ പറഞ്ഞ ചിപ്സെറ്റും എല്ലാം ഷോർട്ടേജ് കൂടെ റൺ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡിവൈസിൻ്റെ ഡിമാൻഡ് കൂടാനും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ്റെ അളവ് കുറയ്ക്കാനും ചാൻസ് ഉണ്ടെന്ന് റിപ്പോർട്ടുണ്ട്.
അതോടൊപ്പം ഐഫോൺ ഫോൾഡ് അല്ലെങ്കിൽ ഐഫോൺ അൾട്ര എന്ന് പറയുന്ന പുതിയ ഒരു ഫോൾഡബിൾ ഡിവൈസ് ആപ്പിൾ കൊണ്ടുവരും. പക്ഷേ എനിക്ക് അവിടെ ഒരു ഡൗട്ടുണ്ട്. നമ്മളെല്ലാം ആപ്പിൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ചേരായിട്ട് സ്ലോ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അവരൊരു പുതുമ അല്ലെങ്കിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരാറുണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന ഐഫോൺ ഫോൾഡ് തുറക്കുമ്പോൾ ഐപാഡ് മിനിയുടെ അത്രയുണ്ട്? എന്തുകൊണ്ട് ഈ പറയുന്ന ആപ്പിൾ പെൻസിൽ പ്രോയോ അല്ലെങ്കിൽ ആപ്പിൾ പെൻസിലോ ഐഫോണിൽ സപ്പോർട്ട് ചെയ്തുകൂടാ എന്നില്ലല്ലോ? ഏത് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇനി ആ ഒരു സ്പെക്ക് കൊണ്ടുവന്ന എങ്ങനെ ഉണ്ടാവും? സ്റ്റീവ് ജോബ്സിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് സ്റ്റൈലസ്. അതായത് നമ്മുടെ ഈ ആപ്പിൾ പെൻസിൽ പോലത്തെ സ്റ്റൈലസ് ഒട്ടും ഇഷ്ടമല്ല സ്റ്റീവ് ജോബ്സിന്. പക്ഷെ അത് കൊണ്ടുവന്നില്ലേ? ആപ്പിൾ തന്നെ ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ട് ഐഫോൺ അൾട്രയിൽ ഈ പറഞ്ഞ എസ് പെൻ പോലത്തെ ഒക്കെ ഉള്ള ആപ്പിൾ പെൻസിൽ പ്രോയോ അല്ലെങ്കിൽ ആപ്പിൾ പെൻസിലിൻ്റെ സപ്പോർട്ടോ കൊണ്ടുവന്നുകൂടാ? കൊണ്ടുവരാൻ പറ്റായിക്കൊന്നുമില്ലല്ലോ. കൊണ്ടുവരാൻ പറ്റുന്ന ഫീച്ചറൊക്കെ ഉണ്ട്. സോ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ച് നോക്കിയായിരുന്നു. സോ ഐഫോൺ അൾട്രയിൽ വരാൻ പറ്റിയ എന്തെങ്കിലും യുണീക്ക് ഫീച്ചർ ഉണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യും, നമുക്ക് അതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം ആപ്പിൾ വാച്ച് അൾട്ര 4ൽ നിങ്ങൾക്ക് കുറച്ചധികം മാറ്റങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പുതിയ ചിപ്സെറ്റ് S11 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് വരുന്നത്. ഫാസ്റ്റർ ആൻഡ് ബെറ്റർ എഫിഷ്യൻ ഫോർ പുതിയ AI സിറി അല്ലെങ്കിൽ ആപ്പിൾ സിറി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആപ്പിൾ വാച്ചിൽ ഈ സിറി വന്നിട്ട് എത്ര പേരത് യൂസ് ചെയ്യും? എനിക്കതറിയില്ല. കാരണം നമ്മുടെ ആപ്പിൾ വാച്ച് 7 സീരീസിലൊന്നും നമുക്ക് ഈ പറഞ്ഞ വാച്ച് 27 കിട്ടുന്നില്ല. കിട്ടിയാലും ഈ പറയുന്ന എന്താ പറയുക, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കിട്ടിയാലും ബാക്കിയുള്ള കുറേ സ്പെക്കുകൾ നമുക്ക് കിട്ടില്ല. ആപ്പിൾ വാച്ചിൻ്റെ അല്ലെങ്കിൽ ആപ്പിൾ വാച്ചിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ആണെങ്കിൽ AI യൂസ് ചെയ്യുന്ന ഫോൺ വേണം. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ ചിന്തിക്കുന്നത്, ഈ വാച്ചിൽ ആനിമേഷൻസ് ഓക്കെ, ഗ്രാഫിക്സ് ഓക്കെ, പുതിയ പുതിയ സ്പെക്കൊക്കെ, എന്നാലും ഈ പറയുന്ന AI യൂസ് ചെയ്യാൻ വേണ്ടി ആപ്പിൾ വാച്ച് വേണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്കില്ല, പക്ഷെ ഞാനങ്ങനെ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ ബെറ്റർ ആൻഡ് ബിഗർ ബാറ്ററി നമുക്ക് വരുന്നുണ്ട് അൾട്ര 4ൽ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇപ്പോഴുള്ള ആപ്പിൾ ഹെൽത്തിനൊക്കെ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് ഇല്ലേ, അത് അപ്ഗ്രേഡഡ് വെർഷൻ കൊണ്ടുവരും. ആൻഡ് പുതിയ ഹെൽത്ത് ഫീച്ചറും വരുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. സോ ഇപ്പോൾ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെൽത്ത് സെൻസേഴ്സ് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ FDA അപ്രൂവൽ, അതോടൊപ്പം ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഹെൽത്ത് ട്രാക്കിംഗ് മെട്രിക്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഗൂഗിൾ ഫിറ്റ് ഉണ്ട്, നമ്മുടെ വൂപ്പ് ഉണ്ട്. അതെല്ലാം കുറച്ചുകൂടെ ഹെൽത്ത് ഓറിയൻറ്റഡ് ആണ്. ഹെൽത്തിന് ഭയങ്കരമായിട്ട് കറക്റ്റ് ഒരു ലെവൽ തരുന്നതാണ് ഈ വൂപ്പൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ബെഞ്ച് മാർക്കിൽ തന്നെ വെക്കാനായിട്ട് ആപ്പിൾ വാച്ച് സ്മാർട്ട് വാച്ചിനെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ വിച്ച് മീൻസ് ആസ് എ കൺസ്യൂമർ അതൊരു നല്ല കാര്യം തന്നെയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ പോരാ, അടി, അവിടുന്ന് അടി, ഇവിടുന്ന് അടി, പ്രസ് കോൺഫറൻസിൽ അടി, ഔട്ട് ഓഫ് കോർട്ടിനുള്ള സെറ്റിൽമെൻറ്റിന് അടി, അടിയോടടി. ആരൊക്കെ തമ്മിലല്ലേ? ആപ്പിളും ഓപ്പൺ എയും മുട്ടനടി. ആപ്പിൾ പറയുന്നു അവരുടെ 100-400 സ്റ്റാഫുകളെ ഓപ്പൺ എ ഹയർ ചെയ്തു, അവരെ ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ടും പോയി. ആപ്പിളിൻ്റെ അപ്കമിങ് ആയുള്ള പ്രൊജക്റ്റുകളും ഹാർഡ്വെയറിൻ്റെ ഒക്കെ ലീക്സും ബാക്കിയാണ് ഇപ്പോൾ ഓപ്പൺ എയുടെ നിന്നാണ് ആപ്പിൾ പറയുന്നത്. സോ എനിക്ക് കേസ് കൊടുത്തു. ഓപ്പൺ എ പറയുന്നത് ഞങ്ങൾ ആരെയും വിളിച്ചിട്ട് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആരുമില്ല, അവരുടെ ഇഷ്ടപ്രകാരം വന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ഓപ്പൺ എയുടെ പ്രസ് കോൺഫറൻസിൻ്റെ അല്ലെങ്കിൽ പ്രസ് റിലീസിൻ്റെ പേജിൽ ഷെയിം ഓൺ യു ആപ്പിൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ആപ്പിൾ കോർട്ടിൽ പോയിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഇപ്പോഴും പുറത്തേക്ക് കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇതിപ്പോൾ ആപ്പിൾ ചെയ്താലും ഓപ്പൺ എ ചെയ്താലും ആസ് എ കൺസ്യൂമർ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു പ്രശ്നം വരരുത്. നമുക്ക് അതിൻ്റെ ഒരു ഗുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക നല്ല റിപ്പോർട്ട് കിട്ടണം. ആപ്പിളിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ പുതിയ ഹാർഡ്വെയർ പോയി കഴിഞ്ഞാൽ ആസ് എ കൺസ്യൂമർ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും, നല്ല നല്ല പ്രൊഡക്റ്റുകൾ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതുണ്ടാവും. ChatGPT വരുമ്പോൾ ChatGPT ഈ പറഞ്ഞ AI യൂസ് ചെയ്യുന്ന കാര്യമാണ്. പേഴ്സണലി AI ഞാൻ ടൂളായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ AIനെ ഒട്ടും റിലേ ചെയ്യാൻ പറ്റില്ല. കാരണം AIനെ മാത്രം റിലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ എന്താ പറയുക നല്ല രീതിക്കുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാം കൊണ്ടുപോയിട്ട് ഒരു ഈസി മെത്തേഡിൽ ഇന്നതാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യില്ല. ഞാൻ പറയുന്നത് ChatGPT അല്ലെങ്കിൽ AI യൂസ് ചെയ്യുന്നത് തെറ്റെന്നല്ല പറഞ്ഞത്. അറ്റ്ലീസ്റ്റ്
നമ്മളൊരു ക്രിയേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ത്രെഡ് ഉണ്ടാക്കാൻ നോക്കുക. ഈ ത്രെഡിൽ നിന്ന് നമ്മൾ ചാറ്റ് GPT ചെയ്യുന്ന ഐഡിയാസും ബാക്കി കാര്യങ്ങളും ഡിസ്കസ് ചെയ്തെടുക്കുക എന്നതാണ് ഏറ്റവും ബെറ്റർ. സോ ചാറ്റ് GPTയും എയും ഇപ്പം, അല്ലെങ്കിൽ ചാറ്റ് GPTയും ആപ്പിളും നമ്മളിപ്പോൾ മുട്ടനടിയാണ്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആപ്പിൾ കാർപ്ലേ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പം എന്നോട് ചോദിക്കും നീ എന്തെങ്കിലും കേട്ടിട്ടില്ല ചോദിക്കും. ഞാൻ കേൾക്കാത്തതുകൊണ്ടല്ല, ഇപ്പം ഈ പേര് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എന്താ അറിയോ, ആപ്പിൾ കാർ പ്ലേ എന്ന് പറഞ്ഞിട്ട് ഈ കാർ പ്ലേ ഓപ്ഷൻ ഇപ്പോൾ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സീരിയസ് ആയിട്ട് ആപ്പിൾ കാർ പ്ലേ, പക്ഷെ അത് ഫീച്ചർ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സത്യം കിട്ടും. 1-2 ബോട്ട് കമ്പനീസ് ഇപ്പോൾ അതിന് യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടറിൻ്റെ ഈ പറഞ്ഞ മാപ്പിംഗ്. എന്നാൽ പിന്നെ ഒരു ബോട്ട് പ്ലേ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പേരിൽ മാറ്റിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കൂലേ. എനിക്കാണ് തോന്നി കാർ പ്ലേ എന്ന് പറഞ്ഞിട്ട് ബോട്ടിലിടുക എന്നേലും ആവട്ടെ. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇപ്പോൾ. അതോടൊപ്പം നിങ്ങൾ എത്ര പേര് അറിഞ്ഞെന്ന് എനിക്കറിയില്ല, ടെലിഗ്രാം ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ബാൻ ചെയ്തു. അപ്പോൾ കുറേ പേര് പറഞ്ഞു എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. എനിക്കും ടെലിഗ്രാമിൽ കമ്മ്യൂണിറ്റി ഉള്ളതാണ്. നമ്മുടെ ആപ്പിളിൻ്റെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോഴും റണ്ണിങ് ആണ്, ആക്റ്റീവാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റേ ഇത് നടന്നില്ലേ, നീറ്റ് നടന്നപ്പോൾ ടെലിഗ്രാം ബാനായി. അതായത് ടെലിഗ്രാം സെർവർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു ഇന്ത്യ. പക്ഷേ ആപ്പിൾ അവരുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് എടുത്ത് കളയെന്ന് പറഞ്ഞത് വേറൊന്നുമില്ല, ചൈൽഡ് അബ്യൂസ്, പോണോഗ്രഫി, എക്സ്പ്ലിറ്റായ കോണ്ടന്റ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ ഒക്കെ ഇഷ്യൂ നമുക്ക് അറിഞ്ഞാണ്. പുള്ളിക്കാരൻ ചെയ്യുന്നത് ഹാറ്റ്സ് ഓഫ്, കാരണം അത് ചെയ്യേണ്ട കാര്യമാണ്. കപ്പിൾ അല്ലെങ്കിൽ ഒരു കാമുകന്മാർ അവരുടെ പ്രൈവറ്റോ ഇൻറ്റിമേറ്റ് ആയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഓക്കെ, അത് അവരുടെ എന്താ പറയുക അനുവാദത്തോടെയാണെങ്കിൽ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെയും നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഓടുന്ന ഒരു കുഞ്ഞുകുട്ടിയുടെയും നമ്മുടെ സഹോദരിയുടെ മക്കളിലൊക്കെ അങ്ങനത്തെ ഒരു ന്യൂഡിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പ്ലിറ്റായ കോണ്ടന്റ് ഈ ഇൻ്റർനെറ്റിൽ കൂടെ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ കൂടെ വിൽക്കുക ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയാണോ? പെർവേർഡ്നെസ് എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു പരിപാടി വേണ്ട. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ടെലിഗ്രാം കളയെന്ന് പറയുന്നത്. സോ ടെലിഗ്രാം ആ സമയത്ത് വേറെ റിപ്പോർട്ടാണ് വന്നു, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറേയധികം എന്താ പറയുക കുറച്ചും കൂടെ അടച്ച് വെച്ച് നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക ഐസൊലേറ്റ് ചെയ്ത് ഈ പരിപാടികൾ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് നിർത്താനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്, അത് ബാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇത് നടക്കുന്നുണ്ട്. കേരളത്തിലും കൊച്ചി എറണാകുളത്തും ഒക്കെ നടക്കുന്നുണ്ട്. സോ അത് കറക്റ്റായിട്ട് നോക്കുക, മോണിറ്റർ ചെയ്യുക. കേരള പോലീസും ഇന്ത്യയുടെ ഗവൺമെൻറ് സൈബറും എല്ലാം കൂടെ നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ വേണ്ടതാണെങ്കിൽ അങ്ങനെ വേണ്ട നോക്കുക. അതാണ് നല്ലത്. സോ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തൊട്ട് കമൻറ്റ് ചെയ്യുക. കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്, എന്തായാലും ഫോളോ ചെയ്യുക, കാരണം വർത്ത് ഇറ്റ് ആയിരിക്കും. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെങ്കിൽ അവിടെയും കുറേയധികം പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yebin Sevia signing from Evica.